നമസ്കാരം. ദീർഘകാലം സൗഹൃദത്തിലിരുന്നവർ, ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവർ. അതിൽ ഒരാൾ എം പി ആവുന്നു, പിന്നീട് മന്ത്രിയാവുന്നു. ഒരാൾ സംവിധായകനാണ്. ഞാൻ സുരേഷ് ഗോപിയുടെയും അതേപോലെ തന്നെ സംവിധായകനായ ഷാജി കൈലാസിൻ്റെയും കാര്യമാണ് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരൊരു ചാനലിൽ ഒരു പരിപാടിയിൽ രണ്ടുപേരുമുണ്ട്, കാണികളൊക്കെ ഉണ്ട്, അത് അവതരിപ്പിക്കുന്ന ആളുമുണ്ട്. അവിടെ വെച്ച് ഷാജി കൈലാസ് സുരേഷ് ഗോപിയെ ചൂണ്ടി പറയുന്നു, എം പി ആവുമ്പോഴും അവനെ എടാ എം പി എന്ന് വിളിക്കാനും ഇനി മന്ത്രിയായാൽ എടാ മന്ത്രി എന്ന് വിളിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ് താൻ എന്ന് പറയുമ്പോൾ അത് കേട്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ് സുരേഷ് ഗോപിയും കാണികളെല്ലാവരും. കാരണം അവരുടെ സൗഹൃദം എല്ലാവർക്കും അറിയാം. അവർ തമ്മിൽ പിണങ്ങിയിട്ടില്ല, ഇപ്പോഴും നല്ല ഇണക്കത്തിലാണ്. ഇടയ്ക്ക് സുഹൃത്തുക്കൾ എന്ന നിലയിൽ ചെറിയ ഇണക്കവും പിണക്കവും ഉണ്ടാവും. അതിന് അപ്പുറം ദീർഘകാലമായിട്ട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, നല്ല സ്നേഹത്തിലിരിക്കുന്ന ആളുകളാണ്. അതിനാൽ തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ കയറി തൻ്റെ സുഹൃത്ത് എടാ മന്ത്രി എന്നും എടാ എം പി എന്നൊന്നും വിളിച്ചാലും നമ്മൾ അതിനകത്ത് മോശമായിട്ടൊന്നും കാണില്ല. ഇങ്ങനെ തന്നെ പറ്റുമായിരുന്നു ഇപ്പോൾ ഗതാഗത മന്ത്രിയായിരിക്കുന്ന കെ ഗണേഷ് കുമാറിനും. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച തന്നെ സ്ഥിരമായിട്ട് സുരേഷ് ഗോപിയുടെ പുറകെ നടന്ന് അദ്ദേഹത്തെ ചൊറിയുന്ന ഒരു ഗണേഷ് കുമാറിനെയാണ് കാണുന്നത്. ഇനി പ്രായം വെച്ച് നോക്കിയാലും ഗണേഷ് കുമാറിന് 59 വയസ്സായുള്ളൂ, സുരേഷ് ഗോപിക്ക് 67 വയസ്സായി. 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ്. ഒരാൾ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയാണ്, മറ്റൊരാൾ കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിയാണ്. കുറച്ച് സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് കുറച്ചുകൂടെ വലിയ സ്ഥാനത്തിരിക്കുന്നത്. പ്രായം വെച്ച് നോക്കിയാലും സുരേഷ് ഗോപി തന്നെയാണ് മൂത്തത്. ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഗണേഷ് കുമാർ ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ അവനെന്നും എടാ എന്നും അയാളെ ചൊറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അവനെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന തരത്തിൽ സുരേഷ് ഗോപിയെ പറ്റി പരാമർശിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി. ഞാൻ മുഴുവനായിട്ട് കണ്ടില്ല, കുറച്ചേ കണ്ടുള്ളൂ. പക്ഷേ അവർ തമ്മിൽ പിണക്കത്തിലാണ് എന്ന് ഗണേഷ് കുമാർ സമ്മതിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് അവർ തമ്മിൽ പിണക്കത്തിലാണ്. ഇപ്പോൾ എനിക്ക് എവിടെ കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടാലും പുറകിൽ നിന്ന് പോയി തൊട്ട് വിളിക്കാൻ എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ പേടിയല്ല, തിരിച്ച് എന്താണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ ക്യാപ്ഷൻ കൊടുത്ത് സംസ്ഥാന മന്ത്രിയെ കേന്ദ്രമന്ത്രി കണ്ടം വഴി ഓടിച്ചു എന്ന തരത്തിൽ പറയില്ലേ. അതിനാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർ തമ്മിൽ അത്ര രസത്തിലല്ല. ഷാജി കൈലാസിനും സുരേഷ് ഗോപിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയാണെങ്കിലും പറ്റും. കാരണം അവരിപ്പോഴും നല്ല ബോണ്ടിങ്ങിലാണ്, അവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. ഒരു സമയത്ത് ഗണേഷ് കുമാറും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് എന്ത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല. സുരേഷ് ഗോപിയെ പോയി അങ്ങോട്ട് എന്തെങ്കിലും ചൊറിയുമ്പോൾ മാത്രമാണ് അതിന് മറുപടിയായിട്ട് സുരേഷ് ഗോപി അയാൾക്ക് മറുപടി കൊടുക്കുന്നത്. സുരേഷ് ഗോപി ഒരിക്കലും ആദ്യം അങ്ങോട്ട് ഗണേഷ് കുമാറിനെ പോയി ചൊറിയുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഗണേഷ് കുമാറാണ് എപ്പോഴും പറയുന്നത്, അതിന് അയാൾ ന്യായമായിട്ട് പറയുന്നത്, ഞാൻ അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പോയി ചൊറിയുന്നതാണ്, അവനത് ഏറ്റുപിടിക്കും. ഇങ്ങനെ തന്നെയാണ് അവൻ എടാ അവൻ ഈ രീതിയിൽ തന്നെയാണ് ഗണേഷ് കുമാർ സംബോധന ചെയ്തുകൊണ്ടിരുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഉടനീളം. ഇവിടെയാണ് ഈ ഷാജി കൈലാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള ആ സൗഹൃദമോ അതിൻ്റെ ഒരു 100-1 പോലും ഇവർ തമ്മിൽ ഇല്ല എന്നും ഇവർ തമ്മിൽ ഇപ്പോൾ പിണക്കത്തിലാണെന്നും ഷാജി കൈലാസ് എടാ മന്ത്രി എന്ന് വിളിക്കുന്ന ആ ഒരു സ്നേഹമോ കരുതലോ ഒന്നും ഇവിടെ ഇല്ല എന്നും സുരേഷ് ഗോപിയെ മനഃപൂർവ്വം ഇകഴ്ത്താൻ വേണ്ടിയിട്ടും കൊച്ചാക്കാൻ വേണ്ടിയിട്ടുമാണ് ഗണേഷ് കുമാർ ഇങ്ങനെ എടാ എന്നും അവനെന്ന് വിളിക്കുന്നതെന്ന് അരിഹാരം കഴിക്കുന്ന ഏവർക്കും അറിയാം. കാര്യം അവർ തമ്മിൽ സൗഹൃദമില്ല. ഇപ്പോൾ നിരന്തരം സുരേഷ് ഗോപിയെ പുറകെ നടന്ന് ചൊറിയുന്നു. അതുകൂടാതെ ഇത് ആളുകൾ കാണുന്ന ഒരു മാധ്യമത്തിൽ പോയിരുന്നു കൊണ്ട് ഇങ്ങനെ കൂടി പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ഗണേഷ് കുമാർ ജനങ്ങൾക്ക് മുന്നിലോട്ട് കൊടുക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അയാൾ സുരേഷ് ഗോപിയെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗണേഷ് കുമാറിനെ പറ്റി ജനങ്ങൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും. ഇയാൾ ഇത്രയും അല്പനാണോ എന്ന തരത്തിലായിരിക്കും ചിന്തിക്കുന്നത്. പ്രായം കൊണ്ടും ഏതാണ്ട് 8 വയസ്സോളം വ്യത്യാസമുണ്ട്. ഇനി അവരുടെ പൊസിഷൻ വെച്ച് നോക്കിയാലും സ്ഥാനം വെച്ച് നോക്കിയാലും സുരേഷ് ഗോപിയാണ് കുറച്ചുകൂടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ പോലും ഇങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ഒരു സാധാരണക്കാരൻ വിമർശനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ദേഷ്യം കൊണ്ട് വിളിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സർക്കാർ തലത്തിൽ 2 വകുപ്പുകൾ അല്ലെങ്കിൽ 2 മന്ത്രി കസേരയിലിരിക്കുന്ന ആളുകൾ തമ്മിൽ സൗഹൃദത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഇതേ ഷാജി കൈലാസ് തന്നെ ഒരു മന്ത്രിയായിട്ടിരിക്കുമ്പോൾ 2 മന്ത്രിമാർ അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ ഒരുപക്ഷെ എടാന്നും പോടാന്നൊക്കെ വിളിച്ചേക്കും. പക്ഷേ അവരൊരിക്കലും മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ വിളിക്കുകയോ പറയുകയോ ചെയ്യില്ല. ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞേക്കും, പക്ഷേ വിളിക്കില്ല. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു മാധ്യമത്തിൽ പോയിരുന്ന ആ മാധ്യമത്തിലെ ആളോടാൾ വലിയ അഹങ്കാരത്തോടെ ഗർവോടെ അവനെന്നും എടാ എന്നും അവനെ ഞാൻ സ്ഥിരമായിട്ട് ചൊറിയുന്നതാണെന്നും അവൻ വല്ലതും പറയുമെന്നും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത്. ഗണേഷ് കുമാറിന് ഒരു വിചാരമുണ്ട്, എന്തൊക്കെ കൊള്ളരുതായ്മ കാണിച്ചാലും എന്തൊക്കെ വാവിട്ട് പറഞ്ഞാലും തനിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന തന്നെ മാത്രം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് എന്ത് കാണിച്ചാലും തന്നെ അവർ ജയിപ്പിച്ചു വിടും എന്ന ധാരണയുടെ പുറത്താണ് ഈ അഹങ്കാരമെങ്കിൽ അതൊക്കെ മാറാൻ ജനങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി എന്നുകൂടി ഗണേഷ് കുമാർ ഓർത്താൽ നന്നായിരിക്കും.